ഉടുക്കും കുട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കുട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം. രത്നം ചാർത്തിയ നിൻ തിരുമാറിൽ ദശ പുഷ്പങ്ങളണിയും നിൻ തിരുമുടിയിൽ അയ്യപ്പ തൃപ്പാദ പത്മങ്ങളിൽ ഈ നെയ്യഭിഷേകമൊരു പുണ്യദർശനം. ഈ ഏഴുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ. അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. ശബരിമലയിൽ തങ്ക സൂര്യോദയം. മല്ലികപ്പൂമ്പനി നീരഭിഷേകം ഭക്ത മാനസ പൂന്തേനുറവാലഭിഷേകം നിറച്ച പഞ്ചാമൃതത്താൽ അഭിഷേകം അതിൽ നിത്യശോഭയണിയുന്നു ദേഹം. ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ. അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. ശബരിമലയിൽ തങ്ക സൂര്യോദയം. നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം അതിൽ നിത്യശോഭയണിയുന്നു നിൻ ദേഹം. ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ. അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കുട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം. അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കുട്ടി ശബരിമലയിൽ തങ്ക ശ്രീഹരി, സൂര്യോദയം. എന്ത് പറ്റി? ലാസ്റ്റ് പോയിട്ട് മറന്നുപോയി. എന്താ അങ്ങനെ മറന്നു പോണേ? റിപ്പീറ്റുള്ള കാര്യം മറന്നുപോയി. ആ പല്ലവി മാത്രം പാടി നിർത്താന്ന് പറഞ്ഞു. ശ്രീഹരി, ഇതിന് ഇവിടെ നടക്കില്ല അല്ലേ? ഇതിപ്പോ എത്ര പാട്ടായി ഇങ്ങനെ തെറ്റിക്കുന്നേ? പിന്നെ അല്ലാണ്ട് ഒരു മര്യാദ വേണ്ടേ? അതെന്താ കുഞ്ഞ് അങ്ങനെ നീ മറന്നുപോയത്? അത് ലാസ്റ്റ് പോയി. അത് പോയെന്നുള്ളത് മനസ്സിലായി. എന്തുകൊണ്ട് അത് ലാസ്റ്റ് പല്ലവി ഉള്ളു പാടിയിട്ട് ആ ശബരിമലയോട്ട് ലാസ്റ്റ് വരെ പാടിയിട്ട് പിന്നെ ശബരിമല പാടിയിട്ട് നിർത്താന്ന് വിചാരിച്ചു. ഇവര് നിർത്തിയതുമില്ല. അപ്പൊ തെറ്റവരുടെ കയ്യിലല്ല. പിന്നെ ഞാൻ പാടണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? പിന്നെ നിത്യശോഭ അണിയുന്നു പറഞ്ഞു രണ്ടാമത്
ചരണത്തില്. നിത്യശോഭ അണിയുന്ന നിന്ദേഹം അല്ലേ? അല്ല, കളഭചന്ദനങ്ങളാൽ അഭിഷേകം എന്ന് പറഞ്ഞാൽ അതവൻ അറിഞ്ഞിട്ടില്ല. നീ ഇപ്പൊ എന്താ എടാ, അതായത് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം, ശുദ്ധ കളഭ ചന്ദനങ്ങളാൽ അഭിഷേകം. ഞാൻ അതിൽ നിന്ന് നീ വേറെ ലൈനാ പാടിയത്. നീ വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം, പിന്നെ ഇപ്പുറത്തെ അതിൽ നിത്യശോഭ. ശോഭയാണിന്ന് കൊള്ളാം, പരിപാടി കൊള്ളാം. മൊത്തം ഭക്തി ആയതുകൊണ്ട് മോനെ അതങ്ങ് പൊക്കോളും, കുഴപ്പമില്ല. അയ്യപ്പൻ ക്ഷമിക്കട്ടെ നിന്റെ അടുത്ത്. അയ്യപ്പൻ ക്ഷമിക്കും. അതെ. ആ, ഏത് രാഗമാണിത്? ആനന്ദ ഭൈരവി. ആ, എന്താണ് ആനന്ദ ഭൈരവിയെ കുറിച്ച് ശ്രീഹരിക്ക് പറയാനുള്ളത്? ഇത് 20ാമത് വളർത്ത രാഗമായ നടഭൈരവിയിൽ ജനിച്ച നടഭൈരവി ജന്യാണ്. പിന്നെ ഓക്കെ, ഈ രാഗത്തിൽ വേറെ പാട്ടുകൾ ഏതൊക്കെയാടാ? കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, ആറാട്ടിനാനകൾ എഴുന്നള്ളി, അല്ല ആറാട്ടിനാന, പിന്നെ വാൽക്കണ്ണെഴുതിയ മകരനിലാവി, പിന്നെ പ്രേമം തമ്മിൽ മോഹം നൽകി. പ്രായം തമ്മിൽ മോഹം, പ്രായം തമ്മിൽ മോഹൻ പ്രേമം തമ്മിൽ മോഹം നൽകി, മോഹം തമ്മിൽ പ്രേമം നൽകി, പ്രേമം നൽകി. മൊത്തം നിന്റെ കിളിയും പരുന്തും എല്ലാം പറഞ്ഞിരിക്കുകയാണ് നിന്റെ. അതെ, കൊള്ളാം. ഓക്കെ, എന്തായാലും പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഷാനിക്ക മോനെ ചുണു കുഴപ്പമില്ലാതെ പാടി. ഒല്ലി ലിറിക്സ് മാത്രമാണ് കുഴപ്പമില്ല. അതെ, ഞാൻ അഗൈൻ നമ്മൾ ഒരുപാട് തവണ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും ഈ ലിറിക്ക് മറന്നു പോകാന്നൊക്കെ, കാരണം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനലിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഈ വളരെ ബാലിശമായിട്ടുള്ള, വളരെ സില്ലി ആയിട്ടുള്ള വരി മറന്നു പോവുക, പിന്നെ ഇപ്പുറത്തെ വരി അപ്പുറത്തിട, അപ്പുറത്തെ വരി ഇപ്പുറത്തിട എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ മാറേണ്ട കാലമൊക്കെ കഴിഞ്ഞു, അതിക്രമിച്ചു. അതാണ് വാക്ക്, അതിക്രമിച്ചു. ഇതിലിനി പ്രത്യേകിച്ച് ഇനി ഒന്നും പറയാനില്ല. അതൊരു ഹ്യൂജ് മിസ്റ്റേക്ക് ആയിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ അതിനെ കാണാൻ പോകുന്നത്. പിന്നെ അവസാനത്തെ മീറ്റർ തെറ്റി, അവസാനത്തെ അയ്യപ്പ ശരണമയ്യപ്പ അതൊക്കെ പോയി. ഒരു കംപ്ലീഷൻ ഇല്ല പാട്ടിന്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു തുടങ്ങിയതുപോലെ തന്നെ ഒരു കംപ്ലീഷനും കൂടി വേണമല്ലോ പാട്ടിന്. അപ്പം അങ്ങനെ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്തില്ല. പിന്നെ മോനെ, ഇതൊരു ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു കമ്പോസിഷനാണ്, ഡിവൈൻ ആയിട്ടുള്ളൊരു സോങ് ആണ്. എനിക്ക് ആ ഡിവിനിറ്റി ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയുക, ഒരു ദൈവീക സംഭവം, അത് അത്ര എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. എനിക്കൊന്ന് ഈ തുടക്കം തൊട്ട് ഈ വരികളുടെ ഒരു സംഭവം നിൻ്റെ തലയിൽ കിടക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. കുറച്ചുകൂടി ഇൻവോൾവ്മെൻ്റ് ആവാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇത് തുടക്കം തൊട്ടേ ഇത് വരി മൈൻഡില്, വരി തെറ്റരുത്, വരി തെറ്റരുത് മൈൻഡില്. അപ്പം എന്നിട്ട് വരി തെറ്റുകയും ചെയ്തു, ലാസ്റ്റത്തതും പോയി. ഫീൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രക്ക് ഫീല് തരാനും പറ്റിയില്ല. സന്തോഷായ എല്ലാം തികഞ്ഞ ഒരു പെർഫോമൻസ്. നമ്മളിനി നിന്നെ എന്ത് ചെയ്യൂടാ ശ്രീഹരി? പിന്നെ അവസാനത്തെ ആ കൺഫ്യൂഷൻ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു, സ്റ്റേജിലും മുഖത്തും ഈ സൈഡിലും എല്ലാവർക്കും. അതുകൊണ്ട് എനിക്കൊരു കംപ്ലീറ്റ് ഫീൽ കിട്ടിയില്ല. അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി ഒരുപാട് ഭാഗങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പാടിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോനെ സ്വാമി ശരണം. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ഐശ്വര്യമുള്ളൊരു പാട്ടാണ്. അപ്പോൾ നല്ല എന്ത് പ്രസൻസാണ് ഇപ്പോൾ കേട്ടാലും. അപ്പോൾ നന്നായിട്ട് പാടി കേട്ടോ. കിടക്കട്ടെ, എൻ്റെ വക ഒരു ഐറ്റം. മക്കളെ, ഇത് ഈ രാഗത്തിനെ കുറിച്ച്, രാഗ ആരോഹണോ അവരോഹണോ ഒക്കെ അറിയാമോ? എന്താ ഒന്ന് പാടാമോ? സഗരിഗമാ പദപസാ സാനിധപ മഗരിസാ. ആ രീ അവിടെ ഇട്ട് അങ്ങനെ ആക്കണ്ട. മഗരിസാ, മഗരിസാ, ആ രീ കറക്റ്റ് കേക്കട്ടെ. മഗരിസാ, മഗരിസാ, മഗരിസാ. അപ്പം മോനെ, ഈ രാഗം എന്ന് പറയുമ്പോൾ കൂടുതൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന ബുക്കുകൾ നോക്കുമ്പോൾ ഈ ജന്യരാഗം എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്ന രാഗവും ഈ രാഗവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും കാണത്തില്ല. പലതും വേറെ ഒരച്ഛൻ്റെ മുഖമുള്ള രാഗം, ഈ രാഗം എന്നൊക്കെ പറഞ്ഞാൽ അതിലുണ്ട്. അപ്പോൾ നമ്മളത് വിട്ടേക്ക്. ഇത് മോർ ഓഫ് ഹരേരപ്രിയാണ് ഇതിൽ കൂടുതലുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വിശേഷാൽ പ്രയോഗം, ചെറിയ ദൈവതം, ഗാന്ധാരം, വല്യനിഷാദം, ഇതൊക്കെ ഇതിൽ ആഡഡാണ്. മോൻ അറിയാമോ അത്? നമ്മളിപ്പോൾ ആരോഹണം എന്താണ്? അതിനത് ഗ ഇല്ലല്ലോ, ദാ ഇല്ല,
നീ ഇല്ലല്ലോ. പക്ഷെ ഇതൊക്കെ നമുക്ക് പാടാം. അപ്പോൾ മോൻ ഇത് നടഭൈരവി ജന്യം എന്നാ പറഞ്ഞു 20ാമത്തെ മേളകർത്ത. അപ്പോൾ 22 ഖരവരപ്രിയ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ചെറിയ ദൈവതം നമുക്ക് സ്പെഷ്യലാണ്. നടഭൈരവി അറിയാമോ മോൻ? സരി ഗമ പധ നി സ നി ദ പ മ ഗ രി സ. ഇതാണ് നടഭൈരവി. ഇതിൻ്റെ ദൈവതം മാറിയാലാണ് വലിയ ധായാകുമ്പോഴാണ് ഖരവരപ്രിയ. സരി ഗമ പധ നി സ നി ദ പ മ ഗ രി സ. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം അത് മോൻ അത് മനസ്സിലാക്കണം. ഓരോന്ന് പഠിക്കുമ്പോഴും നമ്മളത് കൂടുതൽ ആ ഒരു രാഗമായിട്ട് റിലേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ കുറച്ച് പഠിച്ചിരുന്നാൽ ഈസിയാണ് കേട്ടോ. പിന്നെ നമുക്ക് പാട്ടിലേക്ക് വരാമല്ലേ. മോനെ ഈ സൂര്യോദയം എങ്ങനെയാ നീ പറയുന്നത്? സൂര്യോദയം. മോനെ സൂര്യ ഉദയം അത് രണ്ടും കൂടെ ചേരുമ്പോൾ സൂര്യോദയം. സൂര്യോദയം. അടുത്തത് സംക്രമപ്പുലരിയിൽ അഭിഷേകം. അഭിഷേകം അഭിഷേകം. അത് മതി മോനെ, അതൊക്കെ ഓക്കേടാ. പിന്നെ എനിക്കുള്ള ഒരു ഡൗട്ട്, അയ്യപ്പ തൃപ്പാദ ആ സംഗതിക്ക് ഒരു ക്ലാരിറ്റി വരട്ടടാ. അയ്യപ്പ തൃപ്പാദ പത്മങ്ങളിൽ. അയ്യപ്പ തൃപ്പാദ പത്മങ്ങളിൽ. 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 മോൻ അത് കറക്റ്റാണ് പാടിക്കൊണ്ട്. അതിനൊരു ക്ലാരിറ്റി ഇല്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. ഇപ്പം ഞാൻ പാടി തന്നപ്പോൾ നീ വേറെ ഏതാണ്ടാ പാടുന്നത്. നീ എന്തോന്നടേ നേരെ പാടിക്കൊണ്ടിരുന്ന ചെറുക്കൻ്റെ അടുത്ത് ഇപ്പം വേറെ ഏതോ പാടുന്നവൻ. ശരി, പിന്നെ അവസാനത്തെ അയ്യപ്പനെ ധ്യാനിച്ച് മക്കളങ്ങ് നിന്നല്ലേ അല്ലേ? അതല്ലേ സത്യം നടന്നത്. ശബരിമല ഓർത്തൊക്കെ നിന്ന് പോയി മക്കള്. ഒറ്റ അടി വെച്ച് കള്ളത്തരം പറഞ്ഞാൽ അവൻ പറയുന്നില്ല. അവൻ സമ്മതിക്കണോ വേണ്ടേന്ന് അവനൊരു ചെറിയ ഡൗട്ട്. മോനെ അത് കുഴപ്പമില്ല. അത് കൃത്യമായിട്ട് എടാ ഒരു പാട്ട് പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പാടി നിർത്തണ്ടേ. ഈ സമയത്ത് നിനക്ക് ഓർമ്മ നിന്നില്ലെങ്കിൽ പിന്നെ എപ്പം നിൽക്കാനാ? അപ്പം അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി ഒരു വലിയ ക്ലാസ് ആയല്ലേ, മനസ്സിലായോ? മനസ്സിലായി. ആ കാര്യങ്ങൾ പാടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഈ ആനന്ദഭൈരവി പോലെ രാഗാസല്ലേ, അതൊക്കെ നമ്മൾ ജസ്റ്റ് നോട്ട്സ് വെച്ച് പാടുന്ന രാഗമല്ല, അത് നമ്മൾ ഫ്രേസസ് കൊണ്ട് പാടുന്ന രാഗങ്ങളാണ്. അത് ഒരു സെറ്റ് ഓഫ് ഫ്രേസസ് ടുഗെദർ മേക്ക് ദ രാഗ. അത് ജസ്റ്റ് വെറുതെ നമ്മൾ നോട്ട് വെച്ച് ഇറ്റ്സ് നോട്ട് എ നോട്ട് രാഗ, അങ്ങനെ ഇല്ല. ഇപ്പോൾ ഒരു ആനന്ദഭൈരവിനെ പറഞ്ഞാൽ നമുക്ക് സ പ പ മ ഗ രി സ സരി നീ സമ പ ഗ രി ഗ മ പ, അങ്ങനെ പല്ലവി പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ രാഗം തന്നെ പല്ലവി ആയി. ശബരിമലയിൽ തങ്ക സൂര്യോദയം തര തര ത പനി ധനി പ മ പ മ ഗ രി ഗ ഗ മ പ മ ഗ രി രി ഗ സ. പല്ലവി തീർന്നു. അതാണ് ഈ രാഗത്തിന്റെ സ്വരൂപം എന്ന് നമ്മൾ പറഞ്ഞ ഫ്രേസസ് ആണ്. ആനന്ദഭൈരവി സമ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. സ പ, അതാണ് അയ്യപ്പ പ സ സമ ഗ രി സ നി രി സ നി ദ പ സ നി ദ പ രി മ പ ഗ മ പ ത ഗ പ പ മ പ ഗ രി. സോ ഈ ഇന്റർവെൽസ് ആണ് ഈ രാഗം. ഇത് മനസ്സിലാക്കിയ ഈ പാട്ടിൻ്റെ ഈ രാഗത്തിൻ്റെ ഒരു രസമുണ്ട്, അത് ഡിവോഷണൽ ഫേവർ. അത് മനസ്സിലാക്കിയ ഈ വാക്കുകളോടെ അത് നമ്മൾ ചേർക്കുമ്പം നമുക്ക് അതിൻ്റെ ഒരു ഡിവൈൻ ഫീൽ പെട്ടെന്ന് കിട്ടും. അതാണ്. പക്ഷേ ഈ ചരണത്തിൽ ഈ അയ്യപ്പ തൃപ്പാദമല്ലേ, അതൊന്ന് ആ ലൈൻ പാടാമോ? അയ്യപ്പ തൃപ്പാദ പത്മങ്ങളിൽ. ഇപ്പോൾ ഈ ഫ്രേസിന് വെച്ചാൽ ഇത് ആനന്ദഭൈരവി എന്ന് പറയാൻ പറ്റുന്നില്ല. അതൊന്ന് റിമ പനേ നേ സാ നി ദ പ മഗ പ മഗരേ രി ദ ര ര ന ര. ഇത് സുരുട്ടിയാണ്, പക്കാ സുരുട്ടീൻ്റെ ഫ്രേസ്. ഇതൊക്കെ മനസ്സിലാക്കിയ നമുക്ക് ജസ്റ്റ് ഒരു കോമ്പറ്റീഷനിൽ പാട്ട് പഠിച്ചു അത് അവതരിപ്പിച്ചു എന്നല്ലാതെ നമ്മുടെ മ്യൂസിഷ്യൻഷിപ്പ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഇതൊക്കെ മനസ്സിലാക്കിയ മോൻ വളരെ ബെനിഫിറ്റ് ആവും. മനസ്സിലായല്ലേ? അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു രാഗ ബേസ് റൗണ്ട് വെക്കുന്നത് അല്ലേ.
അതല്ലാതെ ജസ്റ്റ് കോമ്പറ്റീഷൻ വേണ്ടിയല്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയും, നമ്മുടെ ബെറ്റർമെൻറ്റ് നമുക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നോട്ട് ഫോർ എ കോമ്പറ്റീഷൻ, നോട്ട് ഫോർ സംബഡി എൽസ്, അല്ലേ? നാളെ ഒരു നല്ല മ്യൂസീഷ്യൻ ആവണമാണ് ഫസ്റ്റ് പ്രിമൈസ് ആയിരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് നല്ലോണം പാടാൻ പറ്റും. അപ്പോൾ മോന് കുറച്ചുകൂടി ഈ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി, ഈ ഒന്നും മറക്കാതെ വാക്കുകൾ, ഇത് പണ്ടത്തെ പ്രോബ്ലം അല്ലേ വാക്കുകൾ മറക്കുന്നത്, അല്ലേ? എന്തെങ്കിലും പിന്നെ എഴുതി നോക്കണം, എന്തെങ്കിലും ഒരു യു ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഓക്കെ ശ്രീഹരി, ഇനി മാർക്ക് ചോദിക്കാം. യെസ്. ഓക്കെ ശരത് സർ. മക്കളെ ഓ. 8 മാർക്സ്. താങ്ക് യു ശരത് സർ. സന്തോഷമായി. അവൻ അത്ര പ്രതീക്ഷിച്ചില്ല. ഷാൻ പറവ് കേൾക്കുമ്പോ സന്തോഷമായിക്കൊണ്ട് 7. ഷാനിക്ക 7.5. താങ്ക് യു സാർ. ടോട്ടൽ 15.5. ഓൾ ദി ബെസ്റ്റ്.